പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആന്റി ക്രൈസ്റ്റ് കിങ്ഡത്തെ പറ്റിയാ. ആന്റി ക്രൈസ്റ്റിനെ പറ്റി ആദ്യം ദർശനം കിട്ടുന്നത് ദാനിയലിനാണ്. അത് മെൻഷൻ ചെയ്തേക്കുന്ന ബൈബിളില് ദാനിയലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലാ. ദാനിയൽ കിടക്കയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണും. 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായിട്ട്. ഒന്നാമത്തെ മൃഗം സിംഹത്തെ പോലെയും അതിന് കഴുകന്റെ ചിറകുമായിരുന്നു. അത് ദാനിയൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചിറകുകൾ പറഞ്ഞു പോകുന്നതായിട്ടും അത് നിലത്ത് വീഴുന്നതായിട്ടും നിലത്ത് നിന്ന് അതെടുത്ത് പൊക്കി നിർത്തി മനുഷ്യനെ പോലെ നിർത്തി അതിനൊരു മനുഷ്യന്റെ ഹൃദയം കൊടുക്കുന്നതായിട്ടും കാണാം. ദാനിയലിന് മനസ്സിലാകും ഇത് മെൻഷൻ ചെയ്യുന്നത് ഒരു രാജ്യത്തെ പറ്റിയാണെന്ന്. അതേത് രാജ്യമാണ്? ആ രാജ്യമാണ് ദാനിയലിന്റെ സ്വന്തം രാജ്യമായ ബാബിലോൺ. ശരിക്കും പറഞ്ഞാൽ ബാബിലോണിന് ഒരു ഗോൾഡൻ പീരീഡ് ഉണ്ടായിരുന്നു. അത് നെബുക്കദ്നേസർ ബാബിലോൺ ഭരിച്ചിരുന്ന സമയത്താണ്. അക്കാലത്ത് ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിൽ ഒന്നായ ഹാങ്ങിങ് ഗാർഡൻ സ്ഥിതി ചെയ്തിരുന്നത് ബാബിലോണിലായിരുന്നു. അത് മാത്രമല്ല, മാസീവ് ടെമ്പിൾസ്, വാൾസ്, അതേപോലെ ബാബേൽ ഗോപുരം, അങ്ങനെ വളരെ പ്രൗഢിയിൽ നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ബാബിലോൺ. പിന്നീട് 586 BC ബാബിലോൺ ജെറുസലേം പിടിച്ചടക്കുകയും ദൈവത്തിന്റെ ആലയം, അതായത് ശലോമോൻ പണിത ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുകയും ചെയ്യും. അവിടെ നിന്ന് ആൾക്കാരെ ക്യാപ്റ്റിവിറ്റിയിൽ ബാബിലോണിൽ കൊണ്ടുവരികയും ചെയ്യും. പിന്നീട് നെബുക്കദ്നേസർ മരിച്ചതിന് ശേഷം ലീഡർഷിപ്പിൽ ബാബിലോൺ താഴോട്ട് പോവുകയും ബേൽഷസർ എന്ന രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ദൈവത്തെ മോക്ക് ചെയ്തുകൊണ്ട്, ദൈവത്തെ കളിയാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ ഉപയോഗിച്ചിരുന്ന വെസൽസ് ഒക്കെ വെച്ച് ഒരു പാർട്ടി നടത്തുകയും ചെയ്യും. ആ സമയത്ത് പേർഷ്യയിലെ രാജാവായിരുന്ന സൈറസ് യൂഫ്രട്ടീസ് നദി ഡൈവേർട്ട് ചെയ്തുവിട്ട് ബാബിലോണിലേക്ക് കയറുകയും ബാബിലോൺ പിടിച്ചടക്കുകയും ചെയ്യും. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ബാബിലോൺ വീണു പോകും. രണ്ടാമത് ദാനിയേൽ കാണുന്നത് കരടിയോട് സദൃശ്യമായ ഒരു മൃഗത്തെയാ. അതിന്റെ വായില് 3 വാരിയല് കടിച്ചു പിടിച്ചോണ്ട് നിൽക്കുന്നതും എഴുന്നേറ്റ് ധാരാളം തിന്നുക എന്ന ശബ്ദവും ദാനിയേൽ കേൾക്കുന്നുണ്ട്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് മെഡോ പേർഷ്യൻ എംപയർ, അതായത് മേദ്യരും പാസ്യരും. അതിന്റെ വായിലുള്ള 3 വാരിയലുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് അവർ കീഴടക്കിയ 3 കിങ്ഡംസ് ആണ്. ഒന്ന് ബാബിലോൺ, രണ്ടാമത്തത് ഈജിപ്റ്റ്, അടുത്തത് തുർക്കി. മൂന്നാമത്തെ മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന് 4 തലയും 4 ചിറകുകളും ഉണ്ടായിരുന്നു. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യം ഗ്രീസ് ആണ്. നമുക്കറിയാം പുലി റെപ്രസെന്റ് ചെയ്യുന്നത് സ്പീഡാണ്, അല്ലെ? ഏറ്റവും വേഗത്തിൽ ഓടുന്ന മൃഗമാണ് പുള്ളിപ്പുലി. അതേപോലെ തന്നെയായിരുന്നു ഗ്രീക്കും. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന രാജാവ് ഗ്രീക്ക് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഒത്തിരി സ്ഥലങ്ങൾ അവർ കീഴടക്കിയിരുന്നു. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളായിരുന്നു, അലക്സാണ്ടറിന് അധിക ആയുസില്ലായിരുന്നു. അദ്ദേഹം 20-ാമത്തെ വയസ്സിൽ രാജാവാകുകയും 32-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിന് ഒരു അവകാശി ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ കിങ്ഡം 4 ടോപ്പ് ജനറൽസിന്റെ ഇടയിലേക്ക് സ്പ്ലിറ്റ് ആയി പോവുകയും പിന്നീട് ഗ്രീക്ക് പതനത്തിലേക്ക് പോവുകയും ചെയ്തു. 4-ാമത്തെ മൃഗം മറ്റു മൃഗങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഇതിന് ഇരുമ്പിന്റെ പല്ലുണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് കാണുന്നതിനെയൊക്കെയും ചവിട്ടിക്കളയുകയും തിന്നുകളയുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് റോമ സാമ്രാജ്യത്തെ ആയിരുന്നു. ലോകം കണ്ട, ഗ്രീസിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സ്ട്രോങ് കിങ്ഡം ആയിരുന്നു റോമൻ സാമ്രാജ്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും റോമ സാമ്രാജ്യമായിരുന്നു ലോകം ഭരിച്ചുകൊണ്ടിരുന്നതും. നമ്മുടെ കർത്താവിനെ ക്രൂശീകരിച്ചതും റോമ സാമ്രാജ്യത്തിലാണ്. ദാനിയേൽ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 4-ാമത്തെ മൃഗം മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം എന്താണെന്നോ? ഈ 4-ാമത്തെ മൃഗത്തിന് 10 കൊമ്പുണ്ടായിരുന്നു. ദാനിയേൽ ആ 10 കൊമ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ കൊമ്പ് ആ 10 കൊമ്പിന്റെ ഇടയിൽ നിന്ന് മുളച്ചു വരികയും ആ കൊമ്പിന് മനുഷ്യന്റെ പോലത്തെ ഒരു കണ്ണും വമ്പ് പറയുന്ന ഒരു വായു ഉണ്ടായിരുന്നു. എ മൗത്ത് ദാറ്റ് ബ്ലാസ്ഫെമസ്. ഈ ലിറ്റിൽ ഹോൺ, ഈ ചെറിയ കൊമ്പാണ് ആന്റി ക്രൈസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ദ ഫ്യൂച്ചർ ദാറ്റ് വി ആർ വെയിറ്റിംഗ് ഫോർ. ആ ചെറിയ കൊമ്പ് 10 കൊമ്പുകളുടെ ഇടയിൽ നിന്നല്ലേ മുളച്ചു വരുന്നത്. അത് മാത്രമല്ല കേട്ടോ, അതിന്റെ ഇടയിൽ നിന്ന് ആ ചെറിയ കൊമ്പ് മുളച്ചു വരുമ്പോൾ 3 കൊമ്പുകൾ തെറിപ്പിച്ചു കളയുന്നതായിട്ടും കാണാൻ പറ്റും. ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഈ ആന്റി ക്രൈസ്റ്റ് ഈ 10 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ 10 രാജാക്കന്മാരുടെ ഇടയിൽ നിന്ന് മുളച്ചു വരികയും പതിയെ ആയിരിക്കും അത് മുളച്ചു വരുന്നത്. മുളച്ചു വന്ന് അതിന്റെ ഫുൾ പവറിൽ എത്തുന്ന സമയത്ത് 3 രാജ്യങ്ങളെ തെറിപ്പിച്ചു കളയുന്നതായിട്ടും കാണാൻ കഴിയാം. ബൈബിൾ സ്കോളേഴ്സിൽ മെജോറിറ്റി ഈ 10 രാജ്യങ്ങളിൽ റെഫർ ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ ആയിട്ടാണ്. കാരണം യൂറോപ്യൻ യൂണിയൻ റിവൈവ്ഡ് റോമൻ എംപയർ ആണ്. റോമ സാമ്രാജ്യം വീണ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇപ്പോൾ ഉള്ള യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങളും റോമൻ സാമ്രാജ്യത്തിന്റെ ആയിരുന്നു. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വരുമെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ചിലർ അത് UN ആണെന്നും മറ്റു പല വ്യാഖ്യാനങ്ങളും പറയാറുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 23 മുതൽ 26 വരെ വായിക്കുന്ന സമയത്ത് എതിർക്രിസ്തുവിന്റെ നേച്ചറിനെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് പറയുന്നത്, ഒന്ന്, ദൈവത്തിനെതിരെ വമ്പ് പറയും, ബ്ലാസ്ഫെമസ് എഗെയിൻസ്റ്റ് ഗോഡ്. രണ്ടാമത് പറയുന്നത്
ദൈവത്തിന്റെ ജനത്തെ പെർസിക്യൂട്ട് ചെയ്യും, പീഡയിലൂടെ കടത്തിവിടും, ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. അടുത്തതായിട്ട് പറയുന്നത് അത് നിയമത്തെയും സമയത്തെയും മാറ്റും. ഹി വിൽ ചേഞ്ച് ടൈം ആൻഡ് ലോസ്. പിന്നെ പറയുന്നത് ഹി വിൽ റൂൾ ദ വേൾഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം, ടൈംസ്, ഹാഫ് എ ടൈം. ഇതിനെ ഓഫൺ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ടൈം ഇസ് ഈക്വൽ ടു 1 year, ടൈംസ് ഈക്വൽ ടു 2 year ആൻഡ് ഹാഫ് എ ടൈം ഇസ് ഈക്വൽ ടു ഹാഫ് എ ഇയർ, വിച്ച് ഇസ് ഇൻ ടോട്ടൽ 3.5 years. സോ അതാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ ടൈം. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. അവിടെ 600 വർഷങ്ങൾക്ക് ശേഷം, അതായത് ദാനിയേൽ സ്വപ്നം കണ്ട് 600 വർഷങ്ങൾക്ക് ശേഷം അപ്പോസ്തലനായ യോഹന്നാന് പത്മോസിന്റെ ദ്വീപിൽ വെച്ചിട്ട് ഇതുപോലെ സിമിലർ ആയിട്ടൊരു വിഷൻ കാണും. ആ വിഷനെ പറ്റി മെൻഷൻ ചെയ്തേക്കുന്ന വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം, റെവലേഷൻസ് ചാപ്റ്റർ 13. അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ കാണുന്ന ദർശനത്തിൽ സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നതായിട്ട് കാണാം. അതിന്റെ ഫിസിക്കിനെ പറ്റി പറയുന്നത് അതിന്റെ ശരീരം പുള്ളിപ്പുലിയുടെ പോലെയും അതിന്റെ കാല് കരടിയുടെ പോലെയും അതിന്റെ വായ് സിംഹത്തിന്റെ പോലെയും അതിന് 10 കൊമ്പുകളും ഉണ്ടായിരുന്നു. ഇവിടെ എന്തെങ്കിലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇറ്റ് ഈസ് സംതിങ് സിമിലർ ടു ഡാനിയൽസ് ഡ്രീം, റൈറ്റ്? ദാനിയൽ 4 മൃഗങ്ങളെ കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ യോഹന്നാൻ ഒറ്റ മൃഗമാണ് കാണുന്നത്. പക്ഷെ ആ മൃഗത്തിന്റെ ഫിസിക്കിനെ പറ്റി പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ ഫസ്റ്റ് 3 beasts that Daniel saw in his dream, and it also has 10 horns similar to the 4th beast of Daniel. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആന്റിക്രൈസ്റ്റ് കിങ്ഡത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും അതിന്റെ സ്ട്രെങ്ത് ആണെങ്കിലും ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് പാസ്റ്റ് 4 empires. ഓർ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുവാണെങ്കിൽ ആന്റിക്രൈസ്റ്റ് കിങ്ഡം വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് ബാബിലോണിയൻ കറപ്ഷൻ, പേർഷ്യൻ ഒപ്രഷൻ, ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ആൻഡ് റോം കൺട്രോൾ. ദിസ് വുഡ് ബി എ മാസ്റ്റർ പീസ് ഓഫ് സേത്തൻ. കാരണം എന്താണെന്ന് വെച്ചാൽ റെവലേഷൻ 13:2 നമുക്ക് കാണാൻ പറ്റും, മഹാസർപ്പം തന്റെ ശക്തിയും തന്റെ അധികാരവും ആന്റിക്രൈസ്റ്റിന് കൊടുക്കുന്നതായിട്ട്. സോ ഇറ്റ് വിൽ ബി എ മാസ്റ്റർ പീസ് ഓഫ് സേത്തൻ.